നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നത് കാണാം, സാധാരണ നമ്മൾ ചെല്ലുന്ന എല്ലാ സലാത്തുകളും നബിതങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകമായ മലക്കുകളുണ്ട്. എന്നാൽ വെള്ളിയാഴ്ചയെക്കുറിച്ച് തങ്ങൾ പറഞ്ഞു, അത് മലക്കുകൾ സാക്ഷികളാകുന്ന സന്നിഹിതരാകുന്ന ദിവസമാണ്. നിങ്ങൾ എന്റെ പേരിലുള്ള സലാത്തുകളെ വർദ്ധിപ്പിക്കണം. ഫഇന്ന സലാത്തക്കും മഅറൂലത്തുൻ അലയ്യ, നിങ്ങളുടെ സലാത്തുകൾ എന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും. ചിലർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, വഫാത്തിന് ശേഷം മണ്ണോട് ചേർന്നു പോയാൽ തങ്ങളുടെ മുമ്പിലേക്ക് എങ്ങനെ സമർപ്പിക്കപ്പെടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്നല്ലാഹ തആല ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അൻബിയ, ഭൂമിക്ക് നബിമാരുടെ ശരീരത്തെ തിന്നൽ അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുന്നു. ഭൂമി നബിമാരുടെ ശരീരത്തെ ഭക്ഷിക്കുകയില്ല. നിങ്ങളുടെ സലാത്തുകൾ എനിക്ക് ഖബറിൽ സമർപ്പിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ചെയ്യുന്ന അമലുകൾക്ക് പ്രത്യേക പ്രതിഫലം, അങ്ങനെ എല്ലാം കൊണ്ടും ആ സമയം നമുക്ക് അറിയിച്ചു തന്നില്ല. ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന് അറിയിച്ചു തന്നില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് അറിയിക്കാതെ വിട്ടു. നമ്മൾ കൂടുതൽ ശ്രദ്ധ കാണിക്കാൻ വേണ്ടി ലൈലത്തുൽ ഖദർ ഏതെങ്കിലും ഒരു ദിവസമാണെന്ന് അറിയിച്ചു തന്നാൽ നമ്മൾ അന്ന് മാത്രം തറാവീഹ് നമസ്കരിക്കും, ബാക്കി ദിവസങ്ങൾ ഒഴിവാക്കി കളയും. ഇനി ആർക്കെങ്കിലും അന്നത്തെ ദിവസം നഷ്ടപ്പെട്ടു പോയാൽ അയാൾക്ക് വലിയ മനപ്രയാസം ഉണ്ടാകും. അപ്പൊ ഏത് ദിവസമാണെന്ന് അറിയാത്തത് കൊണ്ട്, അത് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അവസാനത്തെ 10 മുഴുവൻ അല്ലെങ്കിൽ റമദാൻ മുഴുവൻ സജീവമാക്കുന്നു. അതിലൂടെ ലൈലത്തുൽ ഖദർ ഉറപ്പായിട്ട് കിട്ടുന്നു. കൂട്ടത്തിൽ ലൈലത്തുൽ ഖദറിന്റെ അത്ര ഇല്ലെങ്കിലും ശ്രേഷ്ഠതയുള്ള ധാരാളം സമയങ്ങളും പ്രതിഫലങ്ങളും നമുക്ക് കിട്ടാൻ കാരണമായി തീരുന്നു. അപ്പൊ ഈ സമയം അറിയിച്ചു തരാതിരുന്നത് വെള്ളിയാഴ്ച ദിവസം മുഴുവനും നമ്മുടെ ശ്രദ്ധയോടുകൂടെ കഴിയാൻ വേണ്ടിയാണ്. ആ സമയത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട 2 അഭിപ്രായങ്ങൾ: ഒന്ന്, ഇമാമ മിമ്പറിൽ കയറി നമസ്കാരം തീരുന്നത് വരെ. രണ്ടാമത്തേത്, കൂടുതൽ പ്രബലമായ അഭിപ്രായം, അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള സമയമാണ്. ആ സമയത്ത് ദിക്റിലായിട്ട് ദുആയിലായിട്ട് കഴിഞ്ഞാൽ ആ പറഞ്ഞ അല്ലാഹു തആല ഏത് ദുആയും നേരിട്ട് സ്വീകരിക്കുന്ന മലക്കുകളുടെ സാന്നിധ്യത്തോടൊക്കെ യോജിച്ചു വരുന്ന സമയം കരസ്ഥമാക്കാൻ മനുഷ്യന് സാധിക്കും. അങ്ങനെ ദുനിയാവിൽ മാത്രമല്ല, സ്വർഗത്തിൽ ആഖിറത്തിൽ പോലും വെള്ളിയാഴ്ചക്ക് പ്രത്യേക മഹത്വമുണ്ട്. സ്വർഗവാസികൾക്ക് ലഭിക്കുന്ന നിഅമത്തുകൾ, സ്വർഗത്തിലെ ചന്തകൾ, അതുപോലെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രത്യേകമായ ദർശനം, സ്വർഗവാസികൾ അവരുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതും, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് സൗന്ദര്യം വർദ്ധിച്ചതിനെ കുറിച്ച് പറയുന്നതും, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ വിവരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പരാമർശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. വെള്ളിയാഴ്ച ദിവസം സ്വർഗത്തിലെ പോലും അനുഗ്രഹങ്ങൾ കൂട്ടിക്കിട്ടുന്ന, വാരിക്കോരി അല്ലാഹു തആല അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റി നിബിധങ്ങൾ നമുക്ക് അറിയിച്ചു തന്നു. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഇബാദത്തിന് വേണ്ടി അല്ലാഹു തആല പ്രത്യേകമായി നിശ്ചയിച്ചിട്ടുണ്ടെന്നും അതിനെ ആദരിക്കപ്പെടണമെന്നും. ഇപ്പൊ ജുമുഅ നമുക്ക് എല്ലാ ദിവസവും ദുഹറുണ്ട്, പക്ഷെ ജുമുഅക്ക് പള്ളിയിൽ വന്ന് ഇമാമിന്റെ കൂടെ തന്നെ നമസ്കരിക്കൽ ഫർളായതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ ഒരു ദിവസമുണ്ട്, അതിനെ ആദരിക്കണം എന്ന് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തു. യഹൂദികൾ ശനിയാഴ്ച ദിവസം തെരഞ്ഞെടുത്തു, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ദിവസം തെരഞ്ഞെടുത്തു. എന്നാൽ യഥാർത്ഥത്തിൽ ആ ദിവസം വെള്ളിയാഴ്ചയാണ്. യഹൂദികൾ ശബത്താചരിക്കുന്നു, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള പ്രത്യേക ദിവസമായിട്ട് കാണുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അത് വെള്ളിയാഴ്ചയാണ്. അവർക്ക് തെറ്റ് സംഭവിച്ചു, അല്ലാഹു തആല നിങ്ങൾക്ക് അത് കൃത്യമായി അറിയിച്ചു തന്നു. അവർക്ക് എങ്ങനെ തെറ്റ് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഒന്നുകിൽ അവർക്ക് അറിയിച്ചു കൊടുത്തു വെള്ളിയാഴ്ചയാണെന്ന്. അവർ കരുതി ആഴ്ചയിൽ ഒരു ദിവസമായാൽ മതി, വെള്ളി തന്നെ ആകണമെന്നില്ല. അങ്ങനെ യഹൂദികൾ അവരുടെ സൗകര്യത്തിന് ശനിയാഴ്ചയാക്കി ശബത്ത് ആചരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അറിയിച്ചു കൊടുത്തില്ല, അവരുടെ ഇഷ്ടത്തിന് വിട്ടു. അറിഞ്ഞ് മനസ്സിലാക്കി അവരത് പ്രാപിക്കുമോ എന്നറിയാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടി അവർക്ക് തെറ്റിപ്പോയി. എന്താണെങ്കിലും വെള്ളിയാഴ്ച ദിവസം തെരഞ്ഞെടുക്കുന്നതിൽ, ഒന്നുകിൽ അറിയിച്ചു കൊടുത്തിട്ടും അതിനെ തെരഞ്ഞെടുക്കുന്നതിൽ, അല്ലെങ്കിൽ അറിവ് കൊണ്ട്, ഗവേഷണം കൊണ്ട് അതിനെ തെരഞ്ഞെടുക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. യഹൂദികൾ ശനിയാഴ്ച ദിവസം തെരഞ്ഞെടുത്തു, ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ദിവസം തെരഞ്ഞെടുത്തു. അല്ലാഹു ഈ ഉമ്മത്തിന് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു, കൃത്യമായിട്ട് അത് അറിയിച്ചു തന്നു. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഓരോ ഉമ്മത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് നിയമങ്ങൾ കൊടുക്കുക. ഓരോ ഉമ്മത്തിന്റെ സ്വഭാവം അനുസരിച്ച്, അംഗബലം അനുസരിച്ച്, അനുസരണ അനുസരിച്ച്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗം യഹൂദികൾ വലിയ അനുസരണ കെട്ടവരും മർക്കട ദൃഷ്ടിക്കാരുമായിരുന്നു. അല്ലാഹു അവർക്ക് കർശനമായ കൽപ്പന നൽകി. ശനിയാഴ്ച ദിവസം ഒരു ജോലിക്കും പോകരുത്, ധനസമ്പാദന മാർഗത്തിൽ ഏർപ്പെടരുത്, ഒന്നും ചെയ്യരുത്, പല സംഗതികളെയും വിലക്കി. അന്ന് പൂർണ്ണമായിട്ടും അന്ന് നിശ്ചയിക്കപ്പെട്ട ഇബാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കണം എന്ന് കൽപ്പിച്ചു. എന്നാൽ അല്ലാഹു തആല നമുക്ക് ഇളവ് നൽകി. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ട ജോലികൾ ചെയ്യാം, കുറഞ്ഞൊരു സമയം ഒഴികെ. യാ അയ്യുഹല്ലദീന ആമനു
ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. സത്യവിശ്വാസികളെ, നിങ്ങളെ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് ഓടി വരും. നിങ്ങൾ കച്ചവടം ഒഴിവാക്കൂ. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു, നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭൂമിയിൽ വ്യാപരിച്ചോളൂ, അള്ളാഹുവിന്റെ ഔദാര്യം കാംക്ഷിച്ചോളൂ. പക്ഷെ അപ്പോഴും നിങ്ങൾ അള്ളാഹുവിനെ കൂടുതലായിട്ട് സ്മരിക്കണം, നിങ്ങൾ വിജയികളായി തീരാൻ. സൂറത്തുൽ ജുമുഅയിൽ അള്ളാഹു തആല പറയാണ്. അപ്പം നമുക്ക് ഇളവ് നൽകി കുറഞ്ഞ സമയം നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ കച്ചവടം ഒഴിവാക്കിക്കൊണ്ട് വന്നാൽ മതി, അത്രേ നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളൂ. പക്ഷെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം അറിയുകയാണെങ്കിൽ ഒരു സാധാരണ മുസ്ലിം ഇസ്ലാമികമായ അന്തരീക്ഷമുള്ള സ്ഥലത്ത് തെരഞ്ഞെടുക്കാം, ആ ദിവസം ഒന്ന് ഓഫാക്കാം, അന്ന് ലീവാക്കാം എന്ന് മുസ്ലിം കരുതും. സാധാരണ ഇസ്ലാമിക അന്തരീക്ഷമുള്ള സ്ഥലത്താണെങ്കിൽ ലീവാക്കുന്നത് കൊണ്ട് കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ അറബികളിൽ ലീവാക്കി. പക്ഷെ അന്നാണ് എല്ലാ ചൂതാട്ടവും നടക്കുന്നത്, അന്നാണ് എല്ലാ ചൂതാട്ടവും നടക്കുന്നത്. മദ്യപിക്കാത്തവര് മദ്യപിക്കുന്നതും പല സുബഹിക്ക് ഡെയിലി വരുന്നവർ ഉറങ്ങുന്നതൊക്കെ അന്നത്തെ ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ജോലി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പം ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ലീവാക്കിയെന്ന് മാത്രമല്ല, അവരുടെ അധിനിവേശം കാരണം ലോകത്ത് മുഴുവൻ അവർ ഞായറാഴ്ച അവധിയാക്കി പ്രഖ്യാപിച്ചു. അബുൽ-അല മൗദൂദി അദ്ദേഹത്തിന്റെ തഫ്ഹീമുൽ ഖുർആനിൽ എഴുതി, ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ലീവാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരാഴ്ച ലീവാക്കുന്നെങ്കിൽ ഒഴിവാക്കുന്നെങ്കിൽ ഒരു മുസ്ലിമിന് നല്ലത് വെള്ളിയാഴ്ച ആക്കലാണ്. ക്രിസ്ത്യാനികൾ ആട്ടയിൽ ഉപ്പിന്റെ സ്ഥാനത്ത് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ആട്ടയിൽ ഉപ്പിന്റെ അത്ര അളവിന് പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവര് ഞായറാഴ്ച അവധിയാക്കി പ്രഖ്യാപിച്ചു. അത് ആൾക്കാർക്ക് ശീലായി. ഇപ്പൊ നമ്മളുടെയൊക്കെ മനസ്സിൽ കിട്ട ഞായറാഴ്ച ലീവാന്നുള്ളത് ഇതാരാക്കിയതാണ്. ഇത് ഇവിടുത്തെ അധിനിവേശ ശക്തികൾ അവരുടെ പള്ളിയുടെ ദിവസം അവർ നമുക്കും കൂടി ലീവാക്കി, നമ്മൾ അതിനോടങ്ങ് അഡാപ്റ്റഡ് ആയി. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച ദിവസം വേണ്ട അമലൊക്കെ ചെയ്യാൻ ഉദ്ദേശമുള്ള മുസ്ലിമിന് ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച ദിവസം അവധിയാക്കലാണ്. ഇനി അവധിയായി കഴിഞ്ഞാൽ അന്ന് രാത്രി ഉറക്കമൊഴിഞ്ഞ് പിറ്റേന്ന് സുബഹിന്റെ ജമാഅത്തൊക്കെ മുടക്കുമെങ്കിൽ പിന്നെ നല്ലത് അന്ന് ഡബിൾ വർക്കിംഗ് ഡേ ആക്കി വെക്കലായിരിക്കും. കാരണം ഉള്ള സമയത്തിനെങ്കിൽ അതിന്റെ വില കൽപ്പിക്കാനും ആ മഹത്വം പാലിക്കാനും നമുക്ക് സാധിക്കും. അറബ് രാജ്യങ്ങളിൽ ഇപ്പൊ വെള്ളിയാഴ്ച ലീവാണ്, വ്യാഴം വെള്ളിയായിരുന്നു, ശൈത്താൻ ഇടപെട്ടു, വെള്ളി ശനിയാക്കി. പറയും എന്തിനായത്? കാരണം നാട്ടിൽ നിന്ന് ഒരാൾ വിസ അപ്ലൈ ചെയ്താൽ ഇവിടെ വെള്ളിയാഴ്ച ലീവ്, പിന്നെ വിസ ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെ ഞായറാഴ്ച ലീവ്, അല്ലെങ്കിൽ 2 ദിവസം താമസിക്കും. അതുകൊണ്ട് ശനിയും ഞായറും ആക്കാന്നുള്ളത് ഇപ്പം ഉടനെ വരാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല അവിടെയുള്ള വെള്ളിയാഴ്ചത്തെ ഒഴിവ് ദിവസം നിലനിർത്തുമാറാകട്ടെ. ആ ദിവസത്തിൽ അന്ന് ഉറക്കൊഴിയാതെ, അന്ന് സുബഹിയുടെ ജമാഅത്തെ കളാക്കാതെ, അല്ലെങ്കിൽ എല്ലാ വിനോദങ്ങൾക്കുള്ള ദിവസമാക്കി അതിനെ മാറ്റാതെ ഇബാദത്തിനും ആദരവിനുള്ള ദിവസമാക്കി അതിനെ മാറ്റാനും അല്ലാഹു തആല തൗഫീഖ് തരുമാറാകട്ടെ. വലിയൊരു കോംബോ പാക്ക് വെള്ളിയാഴ്ച ദിവസം അല്ലാഹു തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ജുമുഅയെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ 1 വർഷത്തെ പ്രതിഫലം വാഗ്ദാനം ചെയ്തു. മൻ ഗസ്സല യൗമൽ ജുമുഅത്തി ഫഗ്തസല വബക്കറ വബ്തകറ. ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം നന്നായിട്ട് കുളിച്ചാൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തിരക്കിൽ കുളിക്കും, ഒരു കാക്കക്കുളി കുളിക്കും, ചില സമയത്ത് നന്നായിട്ട് വൃത്തിയിൽ കുളിക്കും. അങ്ങനെ അറബികൾക്കിടയിലാണെങ്കിൽ 2 തരത്തിലുള്ള കുളിയുണ്ട്. ഒന്ന് ചൂടുവെള്ളത്തിലുള്ള കുളിയുണ്ട്, സാധാരണ വീട്ടിൽ നിന്ന് കുളിക്കും, അല്ലെങ്കിൽ നാട്ടിൽ പൊതുവായിട്ട് വെള്ളം ചൂടാക്കാൻ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് കുളിക്കും. അപ്പൊ നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ കുളിച്ചാൽ വബക്കറ വബ്തകറ, നേരത്തെ വന്നു വളരെ നേരത്തെ വന്നു, നേരത്തെ വന്നെന്നല്ല, വബക്കറ വബ്തകറ വളരെ നേരത്തെ വന്നു. അങ്ങനെ ആദ്യ സഫിലേക്ക് ചേർന്നിരുന്നു, മിണ്ടാതിരുന്നു, ഖുതുബ മുഴുവൻ ശ്രദ്ധിച്ച് കേട്ടാൽ ഫമശ വലം യർകബ്, നടന്നു വന്നു, വാഹനത്തിൽ കയറിയില്ല. അപ്പൊ നടന്നു വന്നു വരുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കും ആളുകൾ വരാനുള്ളത് നടന്നിട്ടാണ്, സ്വാഭാവികമായിട്ടും വരുന്ന ആ രംഗം വിവരിച്ചതാണെന്ന് നമ്മൾ കരുതാൻ സാധ്യതയുള്ളത് കൊണ്ട് പറഞ്ഞു ഫമശ വലം യർകബ്, നടന്നു എന്ന് മാത്രമല്ല വാഹനത്തിൽ കയറി. അതാ യഥാർത്ഥത്തിൽ നടന്നു തന്നെ വന്നു. അങ്ങനെ അടുത്തിരുന്നു, ശ്രദ്ധിച്ചു കേട്ടു, ഒന്നും പാഴായതൊന്നും ചെയ്തില്ല. എന്താണ് പാഴായത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഹദീസുകളിൽ കാണാം, ആരെങ്കിലും ചരൽക്കല്ലുകൾ കൈകൊണ്ടിങ്ങനെ നീക്കി കളിച്ചാൽ, അന്ന് പായില്ല, പള്ളിയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കെന്ന് പറഞ്ഞാൽ, സംസാരിക്കുന്നത് എന്താണെങ്കിലും പോയി സംസാരിക്കുന്ന ആളോട് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെയും ഈ പൂർണ്ണമായ ഖുതുബയുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതായത് സംസാരിക്കുന്ന ആളുടെ മിണ്ടാതിരിക്കുന്ന പോലും പറയാൻ പോണ്ട, വേണമെങ്കിൽ ആംഗ്യം കാണിക്കാം, വേണമെങ്കിൽ അതും കാണിക്കാതിരിക്കലാണ് നല്ലത്, അവരോട് പിന്നെ പറഞ്ഞു കൊടുക്കലാണ് നല്ലത്. അത്രയും ശ്രദ്ധിച്ച് കേട്ടാൽ ഒരു ചുവട്ടടിക്ക് പകരം 1 വർഷത്തെ പ്രതിഫലം. 1 വർഷം മുഴുവൻ രാത്രി തഹജ്ജുദ് നമസ്കരിച്ചതിന്റെ, 1 വർഷം മുഴുവൻ സുന്നത്ത് നമസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടും ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ. നന്നായിട്ട് കുളിച്ചു, ആ കുളിയുടെ ഭാഗം തന്നെയാണ് മിസ്വാക്ക് പ്രത്യേകമായിട്ട് ചെയ്യൽ. മുസ്ലിമിന് ദന്തശുദ്ധീകരണം എത്രയോ സമയങ്ങളിൽ സുന്നത്താണ്, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചു, ഉള്ളതിൽ നല്ല സുഗന്ധം പൂശി,
നടന്നു വന്നു അടുത്തേക്ക് കയറിയിരുന്നു, ഖുതുബ ശ്രദ്ധിച്ചു കേട്ടു. ഓരോ ചുവട്ടടിക്ക് പകരം 1 വർഷത്തെ പ്രതിഫലം. എത്രത്തോളം നേരത്തെ വരാൻ സാധിക്കും അത്രയും നല്ലത്. ജുമുഅക്ക് മുമ്പുള്ള സമയത്ത്, സുബഹി മുതൽ ജുമുഅ വരെയുള്ള സമയത്ത് 6 ഭാഗമായിട്ട് തിരിച്ച് അതിൽ ആദ്യത്തെ ഭാഗത്ത് ഒരാൾ വന്നാൽ ഒരൊറ്റകറ്റ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം. അടുത്ത സമയത്ത് വന്നാൽ ഒരു മാടിന്, അതിനുശേഷം വന്നാൽ ഒരു ആടിന്, പിന്നെ ഒരു പക്ഷി കോഴിയെ അറുത്തതിന്റെ, അവസാനം വരുന്ന ആൾക്ക് ഒരു മുട്ട ദാനം ചെയ്തതിന്റെ പ്രതിഫലം. ശേഷം ഇമാം മിമ്പറിൽ കയറിയതിനു ശേഷമാണ് വരുന്നതെങ്കിൽ ജുമുഅയുടെ പ്രതിഫലം കിട്ടും, കുറ്റം കിട്ടുകയില്ല. പക്ഷെ മലക്കുകളുടെ രേഖയിൽ ജുമുഅ നമസ്കരിച്ചതായിട്ട് രേഖപ്പെടുത്തുകയില്ലെന്നാണ്. ചില റിവായത്തുകളിൽ കാണാം പള്ളിയുടെ വാതിൽക്കൽ നിൽക്കും, വരുന്നവരൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ മലക്കുകൾ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കും എന്നാണ്. വേറെ ചില റിവായത്തുകളിൽ കാണാം അന്ന് ഷെയ്ത്താൻ ആളുകളുടെ അരികിലേക്ക് പോകും. ഷെയ്ത്താൻ അവന്റെ പതാകകള് കമ്പോളങ്ങളിൽ നാട്ടിവെക്കും. ആളുകളോട് പറയും, ഇവിടെ തന്നെ ഇരുന്നോളൂ, കുറച്ചു കഴിഞ്ഞിട്ട് പോയാൽ മതി, സമയമുണ്ട്. ക്ലോക്കിൽ ഇങ്ങനെ നോക്കിപ്പിക്കും. ചന്തയിലേക്ക് കൊണ്ടുപോകും. എങ്ങനെങ്കിലും അശ്രദ്ധമാക്കി ഈ ലിസ്റ്റിൽ വരാതിരിക്കാൻ വേണ്ട എല്ലാ പണിയും ഷെയ്ത്താന്മാർ ചെയ്യും. മലക്കുകളാകട്ടെ ആഗ്രഹിക്കും, വരുന്ന ആളുകളുടെ പേര് രേഖപ്പെടുത്തും. ഓരോ സമയത്ത് വരുന്നവർക്ക് പ്രത്യേകം പ്രതിഫലം. അതിൽ ഇമാം മിമ്പറിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മലക്കുകൾ അവരുടെ പുസ്തകങ്ങൾ കൂട്ടുകയും ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യും. ജുമുഅയെ ഏറ്റവും നല്ല രീതിയിൽ ആദരിക്കാനും ഈ പ്രതിഫലം മനസ്സിൽ കണ്ടുകൊണ്ട് 1 വർഷത്തെ തഹജ്ജുദിന്റെയും നോമ്പിന്റെയും പ്രതിഫലം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം മുഖംതിരിക നിൽക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. ഒരാൾക്ക് എത്താൻ സാധിച്ചില്ല, പറഞ്ഞല്ലോ മനസ്സിൽ ആഗ്രഹം വേണമെന്ന്. ഫസ്അഉ ഇലാ ദിക്രില്ല, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഓടി വരണം എന്ന് പറഞ്ഞു. നിസ്കാരത്തിന് ഓടി വരാൻ പാടില്ലെന്നാണ് നിയമം. ഒരാൾ ഓടി സഫിലേക്ക് കയറി വന്ന ആൾക്ക് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അച്ചടക്കത്തോടുകൂടെ വരണം. അലൈക്കും ബിസ്സകീനത്തി വൽ വഖാർ, ഗാംഭീര്യത്തോടുകൂടെയും അടക്കത്തോടുകൂടെയും നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരണം. അപ്പം ഗാംഭീര്യത്തോടുകൂടെയും അടക്കത്തോടും കൂടെയാണ് നമസ്കാരങ്ങൾക്ക് വരേണ്ടത്. ജുമുഅക്കാണെങ്കിലും ഓടി വരാൻ പറഞ്ഞത് മനസ്സുകൊണ്ടുള്ള ഓട്ടാണ്. വേഗം എത്താനുള്ള ആഗ്രഹം മനസ്സിൽ, ആ ആഗ്രഹത്തിന്റെ തീവ്രതയെ പറ്റിയാണ് ഓട്ടം. ഫസ്അഉ ഇലാ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ഓടി വരൂ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സുകൊണ്ട് ഓടി വരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതുപോലെ വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമൽ ഈ പറഞ്ഞ ആ സമയത്തോട് യോജിക്കാൻ വേണ്ടി ദിക്ർ ദുആകൾ വർദ്ധിപ്പിക്കലാണ്. അതേ രീതിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സലാത്തുകൾ വർദ്ധിപ്പിക്കലാണ്. നബി തങ്ങൾ പറഞ്ഞു, ഫഅക്സിറു അലയ്യ സ്വലാത ഫീഹി, അന്നത്തെ ദിവസം എന്റെ പേരിലുള്ള സലാത്തുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കൂ. സലാത്ത് നടക്കുമ്പോൾ ചെല്ലാം, ഇരിക്കുമ്പോൾ ചെല്ലാം, കിടക്കുമ്പോൾ ചെല്ലാം, പതുക്കെ ചെല്ലാം, ഉറക്കെ ചെല്ലാം. സലാത്ത് നമ്മളുടെ നാവിൽ പതിവായി കഴിഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളെയും അല്ലാഹു തആല ദൂരീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം നമുക്കുണ്ടാകും. ഖിയാമത്തിൽ നബി തങ്ങളോട് ഏറ്റവും അടുപ്പം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്തുകൾ കൂടുതൽ ചെല്ലുന്നവരാണ്. ഇപ്പൊ വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ സാക്ഷികളാകും. എല്ലാ ദിവസവും മലക്കുകൾ സലാത്തുകൾ സമർപ്പിക്കും. വെള്ളിയാഴ്ച പ്രത്യേകിച്ച് നിങ്ങളുടെ സലാത്തുകൾ എന്റെ മേൽ സമർപ്പിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അന്നേ ദിവസം സലാത്ത് വർദ്ധിപ്പിക്കാൻ പറയും. അതേപോലെ വെള്ളിയാഴ്ച നമുക്ക് പതിവാക്കാനുള്ള സംഗതിയാണ് സൂറത്തുൽ കഹ്ഫ്, പാപങ്ങളെ പൊറുപ്പിക്കാൻ. അതുപോലെ തന്നെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്, ഈമാന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നേടാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാന്നുള്ളത്. സൂറത്തുൽ കഹ്ഫ് 11 പേജോളം വരും. ശീലായി കഴിഞ്ഞാൽ ഖുർആൻ ആര് പതിവായി തോന്നുന്നു, ഖുർആൻ അവരുടെ നാവുകൾക്ക് എളുപ്പത്തിൽ വഴങ്ങുന്നതായിത്തീരും. ആര് ഖുർആന്റെ വഴി അവഗണിക്കുന്നോ, ഖുർആൻ അവന്റെ നാവുകൾക്ക് പ്രയാസമായി തീരുന്നതാണ്. കഹ്ഫ് ഓതി ശീലായി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു അമലിന്റെ ലാഘവത്തോടു കൂടെ സൂറത്തുൽ കഹ്ഫിനെ ഓതാൻ നമുക്ക് സാധിക്കും. അപ്പൊ സൂറത്തുൽ കഹ്ഫ് അതിന്റെ ഉള്ളടക്കം കൊണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പും അതുപോലെ തന്നെ ശൈത്താൻ വഴിതെറ്റിപ്പോയ സംഭവവും ദുനിയാവിന്റെ നിസ്സാരതയും ആഖിറത്തിന്റെ വിശാലതയും ഈ ദിക്റും ദുആയും ഇത് നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്ന മുഴുവൻ വിഭവങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതാണെന്ന് സംഭവങ്ങളുടെ വെളിച്ചത്തിൽ, ഉദാഹരണങ്ങളുടെ വെളിച്ചത്തിൽ സൂറത്തുൽ കഹ്ഫിൽ നമ്മളെ ഓർമ്മപ്പെടുത്താൻ ഒരു മനുഷ്യന് അല്ലാഹു തആല വലിയ സമ്പത്ത് നൽകി, വലിയ ഏർപ്പാടുകൾ നൽകി. ആ മനുഷ്യൻ അല്ലാഹു തആല അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ, തസ്ബീഹ് ചെയ്യാൻ അവസരം നൽകിയാൽ ഒരു സുബ്ഹാനല്ലാഹ് മുഴുവൻ സമ്പത്തിനേക്കാൾ വലുതാണ്. അത് മരണത്തോടുകൂടെ ബോധ്യപ്പെടും. സമ്പത്ത് മുഴുവൻ മനുഷ്യൻ വിട്ടിട്ട് പോകും, വളരെ നിസ്സാരമായിട്ട് അതിനെ വിട്ടിട്ട് പോകും, ഒരു വിലയില്ലാത്തതാക്കിയിട്ട് പോകും. എന്നാൽ ഈ സുബ്ഹാനല്ലാഹ് കാലാകാലത്തേക്ക് ഈ മനുഷ്യന് തണൽ നൽകും. ചെറിയ കുട്ടികളുടെ കയ്യിൽ ചോക്ലേറ്റും കേക്കും ഒരു കയ്യിൽ, വേറെ കയ്യിൽ ഒരു ചെക്കും കൊടുത്തു. കുട്ടിക്ക് ഈ ചെക്കിൽ ഒരു അലങ്കാരവും കാണുന്നില്ല. ഈ ചെക്ക് കൊണ്ട് എന്ത് ഗുണം? ഈ ചെക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിനെ ബാങ്കിൽ കൊണ്ടുപോയി മാറ്റിയെടുത്താൽ ട്രക്ക് കണക്കിന് ചോക്ലേറ്റ് വാങ്ങാൻ കിട്ടും. അപ്പൊ കുട്ടിക്ക് ഇതിന്റെ വില അറിയാം. ഇതേ രീതിയിൽ ദുനിയാവിൽ നമുക്ക് ഈ കല്ലിന്റെ, മണ്ണിന്റെ, അതുപോലെ തന്നെ ഈ വിഭവങ്ങളുടെ വില അറിയാം.
എന്നാൽ ഈ സുബ്ഹാനല്ലാഹ് നാളെ ആഖിറത്തിലെത്തി ഇതിന്റെ പ്രതിഫലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ എത്രയോ വലുതാണ് എന്ന കാര്യം സൂറത്തുൽ കഹ്ഫിൽ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിവരണമാണ്. രണ്ട് പോരാട്ടം ഭൂമിയിൽ നടക്കുന്നുണ്ട്. ഒന്ന് തൗഹീദും ശിർക്കും തമ്മിലാണ്, ദീനുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ. രണ്ടാമത്തേത് വസ്തുക്കളും അമലുകളും തമ്മിലാണ്. വസ്തുക്കളെ ശേഖരിക്കാൻ, ശരീരത്തിന്റെ സുഖങ്ങളെ സമ്പാദിക്കാൻ ഓടുന്നവർ, മറുഭാഗത്ത് അമലുകളുടെ പുറകിൽ ഓടുന്നവർ. ദുനിയാവും ആഖിറവും തമ്മിലുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങൾ, ശരിയായ ഈമാനുള്ളവർ, സാലിഹീങ്ങൾ, ഇവർക്ക് മുമ്പിൽ പോലും വലിയ പ്രതിസന്ധിയായിട്ട് പരീക്ഷണമായിട്ട് വരുന്ന കാര്യമാണ് ഈ ദുനിയാവും ആഖിറവും, അമലുകളും വസ്തുക്കളും തമ്മിലുള്ള ഈ പരീക്ഷണം. അതിൽ വസ്തുക്കൾ എത്ര നിസ്സാരമാണ്, അമലുകൾ എത്ര വലുതാണ്. ഇതാണ് സൂറത്തുൽ കഹ്ഫിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ. നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ അതാണ് ഏറ്റവും ഉത്തമം നിങ്ങൾക്ക് ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും. ഇതേ രീതിയിൽ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം അമലുകൾ മുഴുവനായിട്ട്, പ്രത്യേകിച്ച് ഒരമലും ഈ പറയപ്പെടുന്ന ഹദീസിൽ പറയപ്പെടുന്ന കാര്യങ്ങൾക്ക് പുറമെ അന്നില്ല. അതായത് സാധാരണ രീതിയിലുള്ള തഹജ്ജുദ് മാത്രമേ അന്നുള്ളൂ. ഒരാൾ ആഴ്ചയിൽ 6 ദിവസം നിസ്കരിക്കാതെ വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കാനും തീരുമാനിക്കരുത്. ആഴ്ചയിൽ 6 ദിവസം നോമ്പെടുക്കാതെ വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കാൻ തീരുമാനിക്കരുത്. ഇത് ഹദീസിൽ വിലക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവായിട്ട് നമ്മൾ അമലുകളെ വർദ്ധിപ്പിക്കാന്നല്ലാതെ വേറെ ദിവസം ചെയ്യാതെ വെള്ളിയാഴ്ച മാത്രം ചെയ്യാൻ വേണ്ടി തഹജ്ജുദോ നോമ്പോ പ്രത്യേകമാക്കി വെക്കരുത്. ഇത് ഹദീസിൽ പറയപ്പെട്ടതിന്റെ കാരണം ഒരു അമലും അതിന്റെ രൂപത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. വെള്ളിയാഴ്ച ദിവസം എന്നാൽ ഇതേ രീതിയിൽ പ്രത്യേകിച്ച് പ്രാധാന്യമുണ്ടെന്ന് ചില റിവായത്തുകളിൽ പറഞ്ഞൊരു കാര്യമാണ്. ഫജ്റിന്റെ ജമാഅത്ത് എല്ലാ ദിവസവും പ്രധാനപ്പെട്ടതാണ്, വെള്ളിയാഴ്ച ദിവസം കൂടുതൽ ശ്രേഷ്ഠമായതാണ്. അൽഹംദുലില്ലാഹ് ഇവിടെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പലപ്പോഴും സുബഹിക്ക് ഡെയിലി വരുന്നവർക്ക് ഞായറാഴ്ച ദിവസം മുടങ്ങിപ്പോകും. ഗൾഫിലൊക്കെ സാധാരണ സംഭവിക്കാറുള്ളത്, സാധാരണ ദിവസങ്ങളിൽ സുബഹിന്റെ ജമാഅത്ത് കിട്ടുന്നവർക്ക് വെള്ളിയാഴ്ച ലീവായതുകൊണ്ട് തലേന്ന് 1 മണിവരെ 2 മണിവരെ പലരെയും സന്ദർശിക്കാൻ വേണ്ടി പോകും, ഷോപ്പുകളിൽ പോകും. വെള്ളിയാഴ്ച സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും. വെള്ളിയാഴ്ച സുബഹിയുടെ ജമാഅത്ത് മറ്റു ദിവസങ്ങളിലുള്ള ജമാഅത്തിനേക്കാൾ ശ്രേഷ്ഠമാതാണ്. അല്ലാഹു തആല വെള്ളിയാഴ്ച ദിവസത്തെ പൂർണ്ണമായ രീതിയിൽ ആദരിക്കാനും ബഹുമാനിക്കാനും ജുമുഅയെ വേണ്ട രീതിയിൽ വിലമതിക്കാനും ഈ പറയപ്പെടുന്ന എല്ലാ പ്രതിഫലങ്ങളും അതിന്റെ ശരിയായ രൂപത്തിൽ കരസ്ഥമാക്കാനും അല്ലാഹു തആല തൗഫീഖ് തരുമാറാകട്ടെ. സഹോദരൻ, പ്രത്യേകിച്ച് 2 കാര്യം ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ബാങ്കിന് ശേഷം കച്ചവടം നടത്തുന്നത് ഹറാമാണെന്ന് ഖുർആനിൽ പറഞ്ഞു. നബിതങ്ങളുടെ കാലത്ത് ഒരു ബാങ്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ മദീന വലുതായി, ആളുകളുടെ എണ്ണം കൂടി, പട്ടണങ്ങളൊക്കെ വലുതായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഒരു ബാങ്ക് നടപ്പിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, മുസ്ലിമീങ്ങൾക്കിടയിൽ 4 ഖലീഫന്മാർ ഒരു നടപടി പൊതുവായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് പിന്നെ സുന്നത്തിന്റെ തന്നെ സ്ഥാനത്താണ്. അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്റെ സുന്നത്തുകളെ നിങ്ങൾ മുറുകെ പിടിക്കണം. സച്ചരിതരായ സന്മാർഗികളായ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തുകളിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. ഒരു മസ്അല വന്നു, അലി റളിയല്ലാഹു അഭിപ്രായം പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു വേറെ അഭിപ്രായം പറഞ്ഞു. അത് ആ വിഷയത്തിലുള്ള അഭിപ്രായമാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പൊതു പ്രശ്നത്തിന് ഒരു പൊതു നടപടി നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് സുന്നത്തിന്റെ സ്ഥാനത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിഷയങ്ങളിൽ ഓരോ വിഷയത്തിലെ അഭിപ്രായങ്ങൾ വേറെ. അതൊരു സഹാബിയുടെ അഭിപ്രായം ചിലപ്പം ഇവരുടെ അഭിപ്രായത്തെക്കാൾ പ്രസക്തമാകാം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങളില്ലേ അമീർ, നിങ്ങളൊരു ആയത്തിനെ പറയുന്ന വിവരണത്തിന് മാറ്റമായിട്ട് 2 സഹാബികൾ വേറെ അഭിപ്രായം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്തുള്ളതുപോലെ അഭിപ്രായങ്ങളിലുള്ള കടിച്ചു പിടിക്കുന്ന ശീലം ഇല്ലാത്തതിനാൽ, തർക്കത്തിന്റെ ശീലമില്ല. അദ്ദേഹം പറഞ്ഞു, ഖുർആനിന്റെ നേരിട്ടായത്താണെങ്കിൽ, നബിതങ്ങളുടെ നേരിട്ടുള്ള വചനാണെങ്കിൽ ഒരു വിവരണത്തിനും പഴുതില്ലെങ്കിൽ അതങ്ങനെ തന്നെ. വിവരണത്തിന് പഴുതുള്ളതാണെങ്കിൽ, വ്യാഖ്യാനത്തിന് പഴുതുള്ളതാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അഭിപ്രായം പറയാൻ, അതിനെ വിവരിക്കാൻ അവർക്കും അവകാശമുണ്ട്, അവരെ തടയാൻ എനിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞു. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രശ്നം പൊതുവായിട്ട് അതിൽ നടപടിയുടെ പരിഹാരം കാണാം. അങ്ങനെ 4 ഖലീഫമാർ പൊതുവായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് സുന്നത്തിന്റെ സ്ഥാനത്താണ്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജുമുഅക്ക് 1ാമത്തെ ബാങ്ക് നടപ്പിലാക്കി. അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്ത ബാങ്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയതാണ്. ഖതീബ് മിമ്പറിൽ കയറിയതിനു ശേഷം കൊടുക്കുന്ന ബാങ്ക് നബിതങ്ങളുടെ കാലത്തെയുള്ള ബാങ്കാണ്. ഈ ബാങ്കിന് ശേഷം കച്ചവടം ഹറാമാണ്. ആ ബാങ്ക് ഇല്ല. ഇപ്പം ഉസ്മാൻ നടപ്പിലാക്കി ഈ ബാങ്ക് ഇല്ലായിരുന്നെങ്കിൽ എല്ലാ ആൾക്കാരും ഈ ബാങ്ക് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് അത് നേരത്തെ നടപ്പിലാക്കിയത്. എന്താണെങ്കിൽ നമ്മൾ ബാങ്കിനെ കണക്കാക്കിയിട്ട് വരും. അപ്പൊ ഒരു ബാങ്ക് ആദ്യം കൊടുത്തു. അത് ഖലീഫയുടെ നടപടിയാണ്, സുന്നത്തിന്റെ ഭാഗമാണ്. മുമ്പ് കാലത്താണെങ്കിൽ 1 ബാങ്ക് മതിയായിരുന്നു. ആ ബാങ്കിനെ പ്രതീക്ഷിച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കയറിയിരിക്കും. എന്നാൽ ഇപ്പം കറക്റ്റ് 5-5 മിനിറ്റ് ഒപ്പിച്ച് വരുന്നത് കൊണ്ട് ഈ ബാങ്ക് നടപ്പിലാക്കിയതിലൂടെ അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ ആ പ്രതിഫലം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും
രണ്ടാമത്തെ ബാങ്കിന് ശേഷം ഇടപാട് നടത്തുന്ന സാഹചര്യം വന്നാൽ സമ്പാദ്യം തന്നെ ഹറാമായി പോകും. അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തെ ബാങ്ക് നടപ്പിലാക്കിയത്. അതിനു മുമ്പ് തന്നെ നമ്മൾ വരാൻ ശ്രമിക്കാം. അതേപോലെ രണ്ടാമത്തേത്, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ, രോഗം അല്ലെങ്കിൽ യാത്ര, ഇതുപോലുള്ള സാഹചര്യങ്ങളിലല്ലാതെ ജുമുഅ ഒഴിവായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്യൂഷൻ ഉണ്ട്, പരീക്ഷയുണ്ട്, മറ്റാവശ്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ജുമുഅ ഒഴിവാക്കുന്ന ആളുകൾ അവരുടെ നടപടി ഒഴിവാക്കിക്കൊള്ളട്ടെ, അവർ ജുമുഅ നമസ്കരിച്ചുകൊള്ളട്ടെ. ജുമുഅ ഒഴിവാക്കുന്ന ശീലം വന്നു കഴിഞ്ഞാൽ അല്ലാഹു തആല ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കുന്നതാണ്. പിന്നെ ഒരു നന്മയും ഉള്ളിലേക്ക് കയറാതായി പോകും. അതുകൊണ്ട് നമ്മളുടെ പരിചയത്തിൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഈ പാർട്ടി ക്ലാസ്സുകൾക്കൊക്കെ പോകുന്ന ചെറുപ്പക്കാർ ഏതൊരു ഹദീസ് പഠിച്ചു, 2 ജുമുഅ കാജുക്ക് മൂന്നാമത്തേന് മുദ്ര അടിക്കുന്നു. ഒരു 2 ജുമുഅ മുടക്കും സുഖമായിട്ട്. എന്നിട്ട് മൂന്നാമത്തെ ജുമുഅക്ക് ഇന്ന് ശീലടിച്ചു എന്നിട്ട് മൂന്നാമത്തെ ജുമുഅക്ക് പോകും. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ഇപ്പൊ ജുമുഅ ഒഴിവാക്കുന്ന ശീലം, അത് പറയപ്പെട്ട കാരണങ്ങൾ, യാത്ര, രോഗം തുടങ്ങിയ കാരണങ്ങളില്ലാതെ ജുമുഅ ഒഴിവാക്കാതിരിക്കാൻ നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.